അടിച്ചുകയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഞാൻ നന്ദികേശനോട് പറയും. വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ഭാരം, അതെനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണ്ടേ? നന്ദികേശനോട് പറഞ്ഞപ്പോ എന്തൊരു സമാധാനാണെന്നോ. മാഡത്തിന്റെ മനസ്സില് എന്തോ വലിയ സങ്കടമുണ്ട്. മാഡത്തിന്റെ സംസാരം കേട്ടാൽ അതറിയാം. മാഡം അത് നന്ദികേശനോട് പറഞ്ഞില്ലേ? നന്ദികേശനത് ശിവഭഗവാനോട് പറയും. ശിവഭഗവാൻ ആ സങ്കടം തീർത്തു തരുകയും ചെയ്യും. നന്ദികേശൻ പറഞ്ഞ ശിവഭഗവാൻ തള്ളിക്കളയില്ലല്ലോ. എന്റെ സങ്കടങ്ങൾ തീർത്തു തരുമെന്ന് തന്നെ എന്റെ പ്രതീക്ഷ. അതുപോലെ പാർവതിയുടെ മനസ്സിലില്ലേ കുറെ സങ്കടങ്ങൾ. പാർവതി അത് നന്ദികേശനോട് പറയേ. നന്ദികേശ, എന്റെ വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം. എന്റെ അച്ഛൻ, അമ്മ, ചേച്ചി. ആദ്യം എന്റെ തലയിൽ പൂ വെച്ചതാ. എന്നിട്ട് ഊട്ടുപുരയിൽ പോയി അവരെ പരിചയപ്പെടാം. എന്നിട്ട് അന്നദാനം കഴിക്കാം. അച്ഛന് കടബാധ്യതകളുണ്ട്. ചേച്ചിയുടെ കല്യാണം മുടങ്ങിയതിന്റെ സങ്കടവുമുണ്ട്. കുടുംബത്തിന് ചേട്ടൻ തണലാകുന്നായിരുന്നു അച്ഛന്റെ വിശ്വാസം. എന്നിട്ട് ചേട്ടൻ ചതച്ചില്ലേ? അതും വലിയൊരു സങ്കടമായിട്ട് അച്ഛന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഞാനാ ഇപ്പൊ അച്ഛന്റെ അമ്മയുടെയും ചേച്ചിയുടെയും പ്രതീക്ഷ. ആ പ്രതീക്ഷ നിറവേറ്റിക്കൊടുക്കാൻ എനിക്ക് കഴിയണമെങ്കിൽ ഗാർമെന്റ്സിൽ എനിക്ക് സമാധാനത്തോടെ ജോലി ചെയ്യാൻ കഴിയണം. എന്റെ സങ്കടങ്ങള് നന്ദികേശൻ ശിവഭഗവാനോട് പറയണം. നന്ദികേശൻ പറഞ്ഞ ശിവഭഗവാൻ തള്ളിക്കളയില്ലല്ലോ. മറന്നുപോയ വഴിപാട് നടത്താൻ കഴിഞ്ഞു. അന്നദാനവും നടത്താൻ കഴിഞ്ഞു. മനസ്സിലുള്ള ഭാരം നന്ദികേശന്റെ മുന്നിൽ ഇറക്കി വെക്കാനും പറ്റി. ഇപ്പൊ മനസ്സിന് നല്ല സമാധാനമുണ്ട് തിരുമേനി. ആന്റി, കാർത്തി വാ. ഇതാ എന്റെ ഹസ്ബൻഡ്. എന്നാ ഞാനങ്ങോട്ട്. ശരി. എന്താ മോന്റെ പേര്? കാർത്തിക്. മാഡവും കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇവൾക്ക് വലിയൊരു അപകടം സംഭവിക്കുമായിരുന്നു ഇവള് പറഞ്ഞു. ചെറിയൊരു പൊള്ളൽ പോലും ഏൽപ്പിക്കാതെ ഇവളെ രക്ഷിച്ചില്ലേ? ഒരുപാട് നന്ദിയുണ്ട്. രക്ഷിച്ചത് ഞങ്ങളല്ല മോനെ, ഉമാമഹേശ്വരന്മാരുടെ തീരുമാനം അത്. ഇവിടെ വെച്ച് ആർക്കും ഒരു അപകടവും സംഭവിക്കില്ല. രക്ഷിച്ചത് ഈശ്വരന്മാര് തന്നെയാ. ഞങ്ങൾ അതിനൊരു നിമിത്തമായിന്ന് മാത്രം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. എന്താ ആന്റി? മഹേശ്വരൻ മുക്കണ്ണനാ. ഭഗവാന്റെ മൂന്നാം കണ്ണിൽ എന്താണെന്നറിയില്ലേ? തീ. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ അതും മഹേശ്വരന്റെ ആയുധ. ഭഗവാന്റെ മുന്നിൽ ഈ കുട്ടി തൊഴുതു നിൽക്കുമ്പോ സാരിക്ക് തീ പിടിക്കാന്ന് പറഞ്ഞ അത് ഭഗവാന്റെ ശിക്ഷയാകാൻ സാധ്യതയുണ്ടെന്നാ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറയുന്നത് വെറും മണ്ടത്തരമോ അന്ധവിശ്വാസമോ ആയിരിക്കും. മനസ്സിൽ തോന്നിയത് പറയുന്നു മാത്രം. നിങ്ങളിത് മുഖവിലേക്ക് എടുക്കണമെന്നൊന്നുമില്ല. എന്നാലും പറയാ, നിങ്ങളിൽ ആരെങ്കിലും ദൈവത്തിന് നിരക്കാത്തത് ചെയ്തിട്ടുണ്ടോന്നൊന്ന് ഓർത്തു നോക്ക്. ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്ത്. ഞങ്ങളാരെയും ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല ആന്റി. അല്ലേ കാർത്തി? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. ഇവളെ രക്ഷിച്ചതിന് മാഡത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയോടും എനിക്ക് നന്ദി പറയണം. ആ കുട്ടി എവിടെ? അവിടെയുണ്ട്. ഭഗവാനോട് പറയേണ്ട കാര്യങ്ങൾ നന്ദികേശനോട് പറയുക. ഭഗവാന്റെയും ഭക്തന്റെയും മധ്യത്തിലുള്ള മീഡിയേറ്റർ ആണല്ലോ നന്ദികേശൻ. കുറെ നേരമായി തുടങ്ങിയിട്ട്.
ഇത്രയധികം സങ്കടങ്ങളുണ്ടോ അവൾക്ക് ഭഗവാനോട് പറയാൻ? സ്വാതി വാ, നമുക്ക് അവിടെ പോയി കാണാം. ആരാ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലേ, ആ കമ്പനിയുടെ മാനേജറാ. വേഗം എടുക്ക. ഹലോ സാർ. ഓക്കെ, ഉടനെ വരാം സാർ. അയാൾ എന്താ പറഞ്ഞേ? അവരുടെ HRD മാനേജർ വന്നിട്ടുണ്ടത്രേ. അദ്ദേഹത്തിന് എന്നെ കാണണമെന്ന്. അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം. അതെ, എനിക്ക് അത്യാവശ്യം ഒരിടം വരെ പോകാനുണ്ട്. ആ കുട്ടിയോട് മാഡം പറഞ്ഞാൽ മതി. എപ്പോഴെങ്കിലും കാണാം ആന്റി. ശരി ശരി. മാഡം, ആ സമയം കുറെ എടുത്തല്ലോ. നന്ദികേശിനോട് നീ എന്തൊക്കെയാ പറഞ്ഞത്? ആ കുട്ടിയെ രക്ഷിച്ചതിന് അവളുടെ ഭർത്താവിന് നിന്നോട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു അർജന്റ് കോൾ വന്നിട്ട് അവര് പോയി. ഇനി നമുക്കും പോ. വാ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ അവിടെ എത്തിച്ചേരുന്നില്ലേ? നിന്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരാണ്ടിരിക്കാൻ ഞാൻ അവിടെ ആളെ നിർത്തി തന്നിട്ടില്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ ടൗണിലേക്ക് വന്നത്? PKR അങ്കിളിന് കുറുക്കന്റെ ബുദ്ധിയാ. ചിലന്തിയെ പോലെ തന്റെ വലയിലേക്ക് ഇരയെ എത്തിക്കാനുള്ള പ്രത്യേകം മിടുക്കേണ്ട അദ്ദേഹത്തിന്. അങ്കിളുടെ കണ്ണുകൾ ഇപ്പൊ നിന്നെ തിരയുമായിരിക്കും. മുന്നിൽ ചെന്ന് ചാടിക്കൊടുത്താ ബാക്കി ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ടാ തൽക്കാലം നിന്നോട് ഞാൻ ടൗണിലേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞത്. നീ പറഞ്ഞതൊക്കെ ശരിയാ. എൻ്റെ കാര്യങ്ങളൊക്കെ മുടക്കമില്ലാതെ നടക്കുന്നുമുണ്ട്. ആവശ്യമുള്ളതൊക്കെ എത്തിച്ചു തരാൻ ആളുമുണ്ട്. മലേഷ്യ എന്നും കെനിയെന്നും ഒക്കെ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ നിൽക്കുന്നവൻ്റെ കയ്യിൽ ഫോൺ ഏൽപ്പിക്കാൻ പറ്റുമോ? അവൻ ബിസിനസ് നടത്തിക്കോളുമോ? നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയിട്ട് കൊല്ലം എത്രയാന്ന് ഞാൻ പറയണ്ടല്ലോ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും കൺസൈൻമെൻറ്റ് ഡിലേ ആയിട്ടില്ല. പറഞ്ഞ ഡേറ്റിന് സാധനം അയച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കൺസൈൻമെൻറ്റ് പോലും നമുക്ക് അയക്കാൻ കഴിയുന്നില്ല. പോലീസിനെ PKRനെ പേടിച്ച് അവിടെ ഉണ്ടുറങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ് നടക്കുമോ? ഒരു വഴി അടഞ്ഞ സ്ഥിതിക്ക് അടുത്ത വഴി നോക്കണ്ടേ? എടാ, നിന്നോടല്ലാതെ വേറെ ആരോട് ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ വന്നത്. വഴി നോക്കണം. പക്ഷെ എന്ത് വഴി? എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എടാ, ബിസിനസ് നടന്നേ പറ്റൂ. മലേഷ്യയിലേക്കും കെനിയയിലേക്കും കൺസൈൻമെന്റ് അയച്ചേ പറ്റൂ. എടാ, കയറ്റി അഴിക്കുന്ന തുണിത്തരങ്ങൾക്കിടയിൽ നമ്മുടെ ചരക്കുകൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന പരിപാടി നടക്കില്ല. ഹാർബറിലേക്ക് പോകുന്ന ലോറി ഇനി നമ്മുടെ ഗോഡൌണിലേക്ക് തിരിച്ചാൽ ആ നിമിഷം കൈലാസിനും അങ്കിളിനും വിവരം കിട്ടും. അതിനൊക്കെയുള്ള ഏർപ്പാടുകൾ അങ്ങേര് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗോഡൌണിൽ വെച്ച് ഇനി ഒരു പരിപാടിയും നടക്കില്ലെന്ന് എനിക്കും അറിയാം. അതുകൊണ്ടേ നമ്മൾ സ്ഥലം മാറ്റി പിടിക്കുക. എടാ, നമ്മൾ പുതിയ സ്ഥലം കണ്ടുപിടിച്ചാലും ഹാർബറിലേക്ക് പോകുന്ന ലോറി നമ്മുടെ ഗോഡൌണിൽ എത്തിയാലല്ലേ കാര്യം നടക്കൂ. ലോഡുമായി പുറപ്പെട്ട നേരെ ഹാർബറിലേക്ക്. വഴിയിൽ എവിടെയും നിർത്താൻ പാടില്ലെന്നാ ഡ്രൈവർമാർക്ക് അങ്കിൾ കൊടുത്ത ഓർഡർ. നമ്മൾ സ്ഥലം മാറ്റി പിടിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ പുതിയ ഗോഡൌൺ കണ്ടുപിടിക്കുന്നു എന്നല്ല. നമുക്കിനി ഗോഡൌൺ വേണ്ട. പിന്നെ കയറ്റി അയക്കുന്ന തുണികൾക്കിടയിൽ നമ്മൾ നമ്മുടെ ചരക്ക് തിരികെ കയറ്റുന്നത് ആ ഗാർമെന്റ്സിൽ വെച്ച് തന്നെയായിരിക്കും. എടാ, അത് നടക്കൂ? നീ മനസ്സ് വെച്ചാ ഈസി ആയിട്ട് നടക്കും. എങ്ങനെ? നമ്മുടെ കുറച്ച് ആളുകളെ കൂടി നീ അവിടെ ജോലിക്ക് വെക്കണം. അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മുടെ ഒരാളെങ്കിലും ഉണ്ടാവണം. കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ അവർക്കൊരു ലീഡർ വേണം. നീ അവരെ ഗൈഡ് ചെയ്യണം. ആ ഗാർമെൻറ്റ്സിൽ വെച്ച് തന്നെ അവർ കയറ്റി അയക്കുന്ന തുണികളോടൊപ്പം നമ്മൾ നമ്മുടെ ചരക്കും കയറ്റി അയക്കുന്നു. ചെവി അറിയാതെ. ഞാൻ നോക്കിയിട്ട് ഇതാ ഏറ്റവും നല്ല വഴി. ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്കും തോന്നുന്നത്. പറ്റിയ ആൾക്കാരെ ഞാൻ സംഘടിപ്പിക്കട്ടെ. അങ്ങനെ ബിസിനസ്സിലുണ്ടായ തടസ്സം നീങ്ങിക്കിട്ടി. ഇനിയൊരു കാര്യം കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മളെ തകർത്ത് കളഞ്ഞ പെണ്ണിന്റെ പേരെന്താ? പാർവതി. നമുക്കിട്ട് പണിതതിന് നമ്മളിതുവരെ കൂലി കൊടുത്തില്ലല്ലോ. ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി അങ്ങ് ചെയ്യാം. ഒരിക്കൽ ഞാൻ ട്രൈ ചെയ്തതാ, മിസ്സായിപ്പോയി. ഇനി അത് സംഭവിക്കില്ല. മരിച്ചു കിടക്കുന്ന നമ്മളുടെ മുഖത്ത് കാറി തുപ്പിയാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും. അതിനിനി അധികകാലം വേണ്ടി വരില്ല. കൊന്നാൽ അതോടെ തീർന്നില്ലേ? ഒരെത്തും പിടിയും കിട്ടാതെ നമ്മൾ അലഞ്ഞില്ലേ ഇത്രയും ദിവസം? അതുപോലെ ജീവിതം കൈവിട്ട അവസ്ഥയിൽ അവളും അലയണം.
കരയണം. നമ്മളെ ചൂണ്ടിക്കാണിച്ചതോർത്ത് അവൾ പരിതപിക്കണം. ജീവിക്കാനും ഗതിയില്ലാതെ ചാവാനും ഗതിയില്ലാതെ നിലവിളിച്ചുകൊണ്ട് അവൾ അലയണം. അവസാനം കണക്ക് പറഞ്ഞ് അവളുടെ ചങ്കിൽ കത്തി താത്തണം. അതാണ് അവൾ അർഹിക്കുന്ന ശിക്ഷ.